പണ്ട് കാലത്തുണ്ടല്ലോ മക്കളെ, അമ്മൂമ്മ കാട്ടുകിഴങ്ങും ചക്കയും അതും ഇതുമൊക്കെ ആയിരുന്നു ആഹാരം. അതുകൊണ്ടാണ് അമ്മൂമ്മ ഇപ്പോഴും ഇങ്ങനെ ആരോഗ്യത്തോടെ ഇരിക്കുന്നത്. അതുകൊണ്ട് ആഹാരമൊക്കെ നല്ലതുപോലെ കഴിക്കണം, അല്ലെങ്കിൽ എന്നും ഒന്നും ഇങ്ങനെ ഉണക്കെ കുത്തലെ പോലെ ഇരിക്കും കേട്ടോ. ഇപ്പോഴത്തെ ആഹാരമൊക്കെ നല്ലപോലെ അങ്ങ് കഴിച്ചോളണം, എന്നാലേ ബുദ്ധി വരത്തുള്ളൂ. അമ്മൂമ്മയുടെ ബുദ്ധി കണ്ട കൂർമ്മ ബുദ്ധിയാണ്, കൂർമ്മ ബുദ്ധി. ചേട്ടൻ പറയാത്തത് കൊണ്ടാ, അല്ലെങ്കിൽ ഓട്ടോക്കാരൻ താഴെ കൊണ്ടിറക്കിയാനെ. ചേട്ടാ കാലും വയ്യ മുട്ടും വയ്യ. അവിടെ നടന്നൊന്നും ഇവിടെ പറയണ്ട. ഇവിടെ ഞാൻ എന്താ പറഞ്ഞത് അതുപോലെ എന്നാ മതി. 2 ദിവസം കഴിഞ്ഞ് തളിത്താറിട്ട് വിളിച്ചു പറയാതെ വന്നത്. അല്ല അത് പിന്നെ 2 ദിവസം ഇവിടെ വന്ന് നിന്നിട്ട് പോവാലോന്ന് കരുതി. അയ്യോ എന്താ ഇപ്പൊ അങ്ങനെയൊക്കെ തോന്നിയത്? വന്നേ ഉള്ളു. എവിടെങ്കിലും പോകുന്ന വഴിക്കാ? അല്ല 2 ദിവസം ഇവിടെ നിക്കാൻ വേണ്ടിട്ട് വന്ന. നന്നായി വാ. അതെ, വീട്ടിലെ ആകെ പ്രശ്നമാണേ. ഈ മറ്റേ ഈ കുടിവെള്ളം മുട്ടിയാ പിന്നെ നമുക്ക് അവിടെ ഇരിക്കാൻ പറ്റില്ലല്ലോ. ഈ മറ്റേ പൂച്ച കിണറ്റില് വീണു ഇന്നലെ പൂച്ച കിണറ്റില് വീണ് പൂച്ച കത്ത്. അങ്ങനെ ഒരാളെ വിട്ട് പൂച്ചനെ എടുത്ത് മാറ്റി മോട്ടർ അടിച്ച് കിണറ് വറ്റിച്ചു. ഇനി 2 ദിവസം കഴിയും വെള്ളം നിറയാൻ എന്തെങ്കിലും. അപ്പൊ പിന്നെ ഇവിടങ്ങളൊക്കെ ഉണ്ടല്ലോ, അപ്പൊ ഇവിടെ വന്ന് 2 ദിവസം നിക്കാ. നന്നായി, ഒരാഴ്ച കഴിഞ്ഞിട്ട് പോയാ. അമ്മാവനെന്തായാലും വല്ലായ്മ? എനിക്ക് കുഴപ്പമൊന്നുമില്ല. വല്ലാതിരിക്കുന്ന ഞാനും വന്നപ്പോഴേ അമ്മക്ക് തോന്നിയില്ലേ? ആ തോന്നി ഉണ്ടോടെ? അത് തോന്നിയതോ അങ്ങനെ ഒന്നുമില്ല. ഞാൻ ഇതൊന്നും ഇവിടെ ആരോടും പറയാൻ നിൽക്കണ്ട. ഒന്നുമില്ല ചേച്ചി. ചായ എടുക്കട്ടെ? ആ മധുരം കുറച്ച്. അമ്മയ്ക്ക് വേണോ ചായ? ഒരു ചായ എടുത്ത് ഞാനും വരാം. ചോദിച്ചു ഇങ്ങനെ തക്കാളി എന്നാവില്ല, പോലെ സ്റ്റോണും വരുവേ. അല്ലാതെ നിന്റെ 2 തക്കാളി എടുത്തതിന്റെ അല്ല, പറഞ്ഞേ ഉള്ളൂ. അമ്മായി പൈസ ആര് മാറുമ്മായി? നേര് കുറച്ച് കഴിയട്ടെ. ഓ തൊണ്ടയിലായി പോയി. ഇതെന്താ ഇങ്ങനെ നിക്കുന്നത്? അമ്മയുടെ ആരെങ്കിലും ചത്ത? എന്തോ വേണ്ടേ പറയുന്നേ? അല്ലെങ്കിൽ തന്നെ മനുഷ്യനോട് ടെൻഷൻ അടിച്ചിട്ട് ജീവിക്കാൻ വയ്യ. അന്നേരം ഓ എന്റെ അമ്മായി ടെൻഷൻ അടിച്ച നമ്മളെന്തോരം ടെൻഷൻ അടിക്കണം. കൊച്ചില്ല, സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടില്ല, വീട് ഒരു പ്രശ്നമില്ലാത്ത അമ്മാവൻ. പിന്നെ അമ്മായിക്ക് ഇത് ഇത്ര ടെൻഷൻ നോക്കേണ്ടത് 2 പട്ടീനെ. അതെ എടി കൊച്ചേ, കാശും കൊച്ചുങ്ങളും ഒന്നും അല്ല. ഒരാളൊരു കൃഷി തുടങ്ങിയിട്ടുണ്ടല്ലോ, അതിനപ്പുറം വലിയ ടെൻഷന്റെ ആവശ്യമൊന്നും ഇല്ല. അതൊക്കെ ശരിയാ. എടി മക്കളെ, ഞാൻ ഒരു കാര്യം പറയട്ടെ, എനിക്ക് ടെൻഷൻ അടിച്ചിട്ട് വയ്യടി, എനിക്ക് വിഷമം വരുക. ഞങ്ങൾ വെറുതെ വന്ന ഒന്നുമല്ല. നമ്മുടെ തോട്ടത്തിലെ ചീര നമ്മുടെ വീടിനടുത്തുള്ളൊരു പയ്യൻ കുറെ ഓടിച്ചോ. അതിനിങ്ങനെ ആ പയ്യനെ പിടിച്ച് അടിച്ചടി. അമ്മാവനോ? ആ, ഒരു വല്ല കാര്യമുണ്ടോ അത് ചോദിക്കാനായിട്ട് അവന്റെ കുറെ ആൾക്കാർ വന്ന് ഞങ്ങൾ പേടിച്ച് വന്നതാ. ഇങ്ങനെ അടിക്കണോന്ന് പറയാൻ നടക്കുവോ അവന്റെ കൊച്ചെ. അടി കിട്ടിയോ? അടിയൊന്നും കിട്ടിയില്ല, അതിനുമ്പോ ഇങ്ങോട്ട് ഓടിപ്പോന്ന്. എനിക്ക് അപ്പോഴേ അമ്മാവന്റെ മോൻ കണ്ടപ്പോ മനസ്സിലായി എന്തോ പ്രശ്നം ഉണ്ടെന്ന്. അല്ലടി, ഇതിപ്പോ കനകനെ ക്ലീറ്റോ അറിഞ്ഞാ എന്താ കുഴപ്പം? പ്രശ്നം സോൾവ് ചെയ്യണ്ടേ? എന്റെ മക്കളെ ക്ലീറ്റോ ഒന്നും അറിയല്ലേ, അവന്മാര് പിന്നെ അടുത്ത പ്രശ്നമാക്കും. അല്ലേ, നമ്മുടെ കൂടെ ആളുണ്ടെന്ന് അറിയണ്ടേ? അല്ല അത് ശരിയാണ്, ക്ലീറ്റോ അറിഞ്ഞാ കുഴപ്പം, കനകൻ അറിയാമെന്നാ എനിക്ക് തോന്നുന്നത്. ആരും അറിയണ്ട, അവനും അറിയണ്ട. അവൻ അതിനേക്കാളുവാ. ഇങ്ങനെ തനിയെ സോൾവ് ചെയ്തോളാന്ന് പറഞ്ഞു എന്നെ പിടിച്ചോണ്ട് പോയി. ഇങ്ങോട്ട് വന്ന വഴിക്കും പറഞ്ഞ ആരോടും പറയരുത്. എന്റെ പൊന്നുമോളെ, നീ ആരോടും പറയല്ലേ. ഞാൻ പറയുമൊന്നുമില്ല. അവനോടൊന്നും പറയല്ലേ. ഞാൻ പറയത്തില്ല. എന്തോ ചെയ്യുമെന്ന് എനിക്ക് ടെൻഷൻ അല്ല. ഭയങ്കരമായിപ്പോയല്ലേ? 5-6 ചീര ഓടിച്ചെന്നുകൊണ്ട് ആരെങ്കിലും ചെയ്യുന്ന കാര്യമാണോ? ഇങ്ങനെ കൊണ്ട് ഞാൻ ആയിരിക്കത്തില്ല. അതെ, അതിനെ അടിക്കണോടി. ഇനിയിപ്പൊ എവരുടെ കയ്യിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടും? നീ ഒന്ന് ആലോചിച്ച് നോക്ക്. പ്രശ്നക്കാരാണോ അവര്? പിന്നെ ഞാനിപ്പോ വരാം. ഇവിടെ പോണു വീട്ടില് വരാവേ. എടി, നീ അവരോടൊന്നും പറയല്ലേ. എന്റെ പൊന്നമ്മായി, ഞാൻ പറയൂല. പറയല്ലോ. ഇങ്ങനെ ടെൻഷൻ അടിക്കല്ലേ, എല്ലാത്തിനും വഴിയുണ്ടല്ലോ. ചെല്ല് പോയി സാരി മാറും. ഞാൻ നിങ്ങളെ വിശ്വസിച്ച് പറഞ്ഞതാണ്. പറയത്തില്ല അമ്മായി, ചെല്ല്. ഓ, ഞങ്ങളെ തീരെ വിശ്വാസമില്ലല്ലേ. അല്ല അത് അങ്ങനെയല്ല, ഇപ്പോ വീട്ടിലെ സമാധാനമായിട്ട് ഇരിക്കാൻ പറ്റില്ലേ? അല്ല അവനൊരു തല്ലുള്ളിയാണ്. ആ ഇടയ്ക്കൊക്കെ അവിടെ ഇവിടെ ചീര പോക്ക് കാണാറുണ്ടേ. അപ്പൊ കയ്യോടെ പിടിച്ചപ്പോ ആ ദേഷ്യത്തിനൊന്ന് കൊടുത്തപ്പോ അവർ കല്ലും വിളിക്കാണ്ട് വീണ് അവന്റെ നെറ്റൊന്ന് പൊട്ടി, അത്രേ ഉള്ളൂ. അതെ. അല്ല എത്ര ദിവസം വീട് വിട്ട് എത്ര ദിവസം നിൽക്കാൻ പറ്റില്ലല്ലോ. എങ്ങനെയെങ്കിലും ഒന്നത് അവനായിട്ട് സോൾവ് ആവേണ്ടപ്പോ
ആ അതെ അതെ, എൻ്റെ അച്ഛൻ ഞങ്ങളൊക്കെ അവിടെ പണിയെടുക്കണമെന്ന് അറിയാം. എനിക്ക് അയാളുടെ ഒരു അയാളും ഒന്നും മൂട്ടി കൊടുക്കേ. അയാൾക്കിപ്പോൾ നമ്മൾ നേരാവണ്ണം ജീവിക്കുന്നത് കണ്ടുകൊണ്ടല്ലോ. അതെങ്ങനെയാ ഞാനെങ്ങനെയാ മൂപ്പരോട് പറയാ? അത് മോശമല്ലേ? ഞാൻ അയാളുടെ കയ്യും കാലും പിടിക്കണേക്കാൾ നല്ലത് ഇവൻ്റെ തല്ലുകൊണ്ട് ചാവുക. അതിനൊന്നും പറ്റില്ല നീ. ആ ഇല്ല, ഞാൻ സൂക്ഷിച്ചോളാം. ശരി ശരി. അതാ പീഡിയയിലെ മാധവനാ. എന്താ പറഞ്ഞു? അവൻ ഈ ചീരകട്ട ചെക്കൻ്റെ അച്ഛനും ഏട്ടനൊക്കെ നിന്റെ വല്യച്ഛണ്ടല്ലോ രാമേന്ദ്രൻ, അവന്റെ ചീരത്തോട്ടത്തിൽ പണിയെടുക്കണവരാ. അല്ല, എന്റെ വല്യച്ഛൻ മൂട്ടി കൊടുത്തിട്ടായിരിക്കും ഇവൻ ഈ പരിപാടി ഉണ്ടാവുക. ഇപ്പൊ എന്നിട്ട് ആഴവൻ പറയണേ, നിന്റെ വല്യച്ഛനെ കണ്ടിട്ടൊന്ന് സംസാരിച്ചാൽ നിന്റെ വല്യച്ഛൻ ആ പണിക്കാരോട് പറഞ്ഞിട്ട് കോംപ്രമൈസ് ചെയ്യിക്കാം അവനെ കൊണ്ടെന്ന്. നമുക്കൊന്ന് ശ്രമിച്ചു നോക്കിയാലോ? ഞാനോ? എന്റെ വല്യച്ഛനെ വിളിക്കേ. ഈ സമയത്ത് അങ്ങനെയൊക്കെ ചിന്തിക്കണോ ചേട്ടാ? എന്നിട്ട് അത് വേണം എൻ്റെ മരുമക്കളും മക്കളൊക്കെ അറിഞ്ഞിട്ട് ജന്മ ശത്രുവായി അവൻ്റെ കാല് പിടിച്ചിട്ടാണ് ഞാൻ ഇപ്പം ഇങ്ങനെ ഞെളിഞ്ഞ് നടക്കണമെന്ന് അറിയാൻ. ചേട്ടൻ വിളിക്കണ്ട, ഞാൻ വിളിച്ചോളാം. ഞാൻ വിളിച്ച് ചോദിക്കട്ടോ? ഞാൻ അറിയാണ്ടാണ് നീ വിളിക്കണമെന്ന് എനിക്ക് തോന്നുന്നു. കനക എവിടെയാടാ? ഒന്നുമില്ല, വെറുതെ വിളിച്ചതാ. ഭക്ഷണം കഴിച്ചോ? പിന്നെ ഞാൻ ഞാൻ വിളിച്ചു എന്ന് ആരോടും പറയരുത്. എന്താന്നോ, അമ്മാവനും അമ്മായിയും വന്നിട്ടുണ്ട്. അമ്മാവന് നീ പറയൂ ആരോടെങ്കിലും. അമ്മാവന്റെ ചീരത്തോട്ടത്തിൽ നിന്ന് ആരാണ്ട് ചീര ഒടിച്ചുകൊണ്ട് പോയി ഏതോ ചെറുക്കൻ. അതിന് വേണ്ടിയിട്ട് അമ്മാവൻ ആ ചെറുക്കനെ പോയി തല്ലി. അമ്മാവൻ ആ ചെറുക്കനെ പോയി തല്ലി. അവര് പകരം വീട്ടാൻ വേണ്ടി അമ്മാവനെ തല്ലാൻ വേണ്ടിയിട്ട് ആളെ വിട്ടു. അമ്മാവനും അമ്മായും കൂടി പേടിച്ച് നമ്മുടെ വീട്ടിൽ വന്നിട്ടുണ്ട്. ആരോടും പറയരുതെന്നാ പറഞ്ഞേക്കണേ, പ്രത്യേകിച്ച് നിന്നോടും ക്ലീറ്റോനോടും. അമ്മാവൻ പറഞ്ഞത് ക്ലീറ്റോയും കനകനും അറിയരുതെന്നാ പറഞ്ഞത്. എന്നിട്ട് അമ്മായി ഞങ്ങളെ കൊണ്ട് സത്യം ചെയ്യിപ്പിച്ചത് ആരോടത്തും പറയരുതെന്ന്. എൻ്റെ ആണെങ്കിൽ നെഞ്ചിലിരുന്നിട്ട് ഇങ്ങനെ വിങ്കുവാ, ഇത് ആരോടെങ്കിലും പറയാഞ്ഞിട്ട്. ക്ലീറ്റോ ചേട്ടനോട് ആകുമ്പോൾ കുഴപ്പമില്ലല്ലോ. അല്ല, ഇത് അതല്ല പ്രശ്നം. അമ്മാവൻ ഇത് അടി കൊടുത്തല്ലോ. അടി കൊടുത്തിട്ട് അമ്മാവൻ നേരെ വീട്ടിലോട്ട് പോന്ന്. പക്ഷെ അതിൻ്റെ കുറേ ആ ചെറുക്കനെ അവിടെ കണ്ട് കുറേ വാണാലി കൂട്ടുകാരന്മാരൊക്കെ ഉണ്ടോ നീ ചീരപ്പാടത്തിൻ്റെ അടുത്ത്. അവന്മാരെല്ലാം കൂടെ അമ്മാവനെ തിരിച്ചടിക്കാൻ വേണ്ടിയിട്ട് വീട്ടിൽ വന്ന്. കുടുംബത്തിന്റെ വില കളയാനായിട്ട് പേടിച്ചു കൂറി അമ്മാവ. എന്നോട് പറയണ്ടെന്ന് പറഞ്ഞെങ്കിൽ ഇനി പറയണ്ട. പറയരുത് കേട്ടോ. പറഞ്ഞ വലിയ പ്രശ്നവും. ഇത് എങ്ങനെ ക്ലീറ്റോ അറിഞ്ഞെന്നൊക്കെ ചോദിക്കും. അതുകൊണ്ട് പറയരുത്. മനസ്സിൽ വെച്ചാൽ മതി. ഇത് അമ്മായിയുടെ മനസ്സിൽ ഇരിക്കണില്ല. അമ്മായിക്കും ഭയങ്കര ടെൻഷൻ, ഇത് ആരോടെങ്കിലും പറയാഞ്ഞിട്ട്. അതുകൊണ്ട് എന്നോടും ചേച്ചിയോടും പറഞ്ഞതാ കേട്ടോ. ആരോടും പറയണ്ട, മനസ്സിൽ വെച്ചാൽ മതി. ശരിയാണ് ശരിയാണ്. വെറുതെ ഇരിക്കുന്നായിരുന്നു. മുഖം എന്താ വല്ലാതിരിക്കുന്നത്? എന്താ പറ്റി? എന്തേലും എന്നോട് പറയാനുണ്ടോ? ഉള്ളന്റെ ഒരു ശക്തി ഇല്ലല്ലോ. എനിക്കൊന്നും പറയാനില്ല. എനിക്കെന്ത് പറയാനാ? ഞാനിങ്ങനെ അമ്മാവന്റെ കാര്യം ഇങ്ങനെ എന്താടി കുറെ നേരം കഴിഞ്ഞിട്ട് വന്ന് പറയരുത് ലില്ലി, എനിക്കൊരു കാര്യം പറയാനുണ്ടെന്ന്. ചേച്ചിയുടെ മോങ്ങളുടെ എന്തോ ഒരു രഹസ്യം ആരോടോ പറയാൻ ഇങ്ങനെ ഇരുന്ന് ഇങ്ങനെ വെമ്പുന്ന പോലെ. അതല്ല, ഇപ്പൊ ഈ അമ്മാവന്റെ കാര്യമേ നമ്മൾ രണ്ടുപേരും മാത്രല്ലേ അറിഞ്ഞിട്ടുള്ളൂ. പക്ഷെ അത് കനകനോടും ക്ലീറ്റോനോടൊക്കെ ക്ലീറ്റോനോട് പറയണ്ട, കനകനോട് പറയാതിരിക്കുന്നത് മോശമല്ലേന്ന് ഞാനിങ്ങനെ ആലോചിച്ചതാ. അപ്പൊ ചേച്ചി ഇത് ഏട്ടനോട് പറഞ്ഞു? അയ്യോ, ഞാൻ പറഞ്ഞിട്ടില്ല. പറഞ്ഞു. ഈ ഞെട്ടല് കാണുമ്പോഴറിയാൻ പറഞ്ഞു. ഞാൻ മനസ്സാവാച കർമ്മണ അറിയാത്ത കാര്യം പറയലില്ല. നീ പറഞ്ഞിട്ടുണ്ടാവും. ആരോട്? കനകനോട്. പിന്നെ അമ്മായി അത്രയും കാര്യമായിട്ട് പറഞ്ഞ കാര്യം ഞാൻ പറയുമോ? അപ്പൊ നീ ക്ലീറ്റോനോട് പറഞ്ഞിട്ടുണ്ട്? ഒരാളോടും ഞാൻ പറഞ്ഞിട്ടില്ല. പക്ഷെ എനിക്ക് ചേച്ചിനെ തീരെ വിശ്വാസമില്ല. ഞാൻ പറഞ്ഞിട്ടില്ലടി. ശരിക്കും പറഞ്ഞാലില്ലേ, ഈ ചീര ഒരു ഇച്ചിരി പറിച്ചോണ്ട് പോയിന്ന് വെച്ചാൽ ഈ അമ്മാവൻ എന്തിനാ ബഹളം വെക്കാൻ? ഇച്ചിരി അല്ലല്ലോ പറിച്ചത്. പിന്നെ
അമ്മാവൻ അത് വെറുതെ കണ്ട് രസിക്കാൻ വേണ്ടിട്ട് വളർത്തുന്നതല്ല, വിൽക്കാൻ വേണ്ടിട്ടാണ്. ഇപ്പൊ എന്ത് സംഭവിച്ചു? നാട്ടുകാരെ അടിക്കാൻ പിടിച്ചില്ലേ? സ്വന്തം നാട്ടിൽ നിന്ന് ഇങ്ങനെ പോരേണ്ടി വരും. വേറൊരു കാര്യമുണ്ട്, അമ്മ ഇപ്പൊ നമ്മളോട് പറഞ്ഞു ഇവരോട് രണ്ടുപേരും പറയരുതെന്ന് പറഞ്ഞു. പക്ഷെ ശരിക്കും നമ്മൾ പറയേണ്ടതാണ്. പക്ഷെ നമ്മള് പറയണ്ടെന്ന് പറഞ്ഞ കാര്യം നമ്മളെ പറയണ്ട. എനിക്ക് അവരോട് പറയാഞ്ഞിട്ടൊരു വെപ്രാളമൊക്കെ ഉണ്ട്. പിന്നെ പറയാം. എനിക്ക് തോന്നി നിന്റെ മുഖം കണ്ടപ്പോ എനിക്ക് തോന്നി നിനക്ക് എന്തോ വിഷമം ഉള്ളിൽ ഉണ്ട്. അവനോട് പറഞ്ഞാലോ? വേണോ? ബീഫ് ഫ്രൈ കപ്പലുണ്ട്. എന്ത് അമ്മാവനും അമ്മയുടെ പതിവില്ലാതൊരു വരൂ? പിന്നെ അവർക്ക് ഇങ്ങോട്ട് വരാൻ വലിയ കാര്യമാണോ? അല്ല, ഇന്നലെ കനകമച്ചമ്മേനെ വിളിച്ചപ്പോ അമ്പലത്തിൽ പോകുമെന്നോ എന്തോ തിരക്കാ, ഒരാഴ്ച കഴിഞ്ഞാൽ വരത്തുള്ളതെന്ന് കൊണ്ട് പറയുന്ന. അതുകൊണ്ട് ഞാൻ ചോദിച്ചേ. അത് മാറ്റി വെച്ചെന്ന് തോന്നുന്നു. അമ്പലം മാറ്റി വെച്ചത് അല്ല, അവരുടെ പോക്ക് മാറ്റി വെച്ചു. അമ്മാവൻ ബിസിനസ് തുടങ്ങാൻ പോവാ. എന്ത് ബിസിനസ്? എന്തോ പിന്നെ ചീരത്തോട്ടം തന്നെ. അത് പിന്നെ കുറച്ചും കൂടെ വിപുലമാക്കാൻ പോണം. അതെ, ചീര പരിപാടി നിർത്തിയിട്ട് ഇപ്രാവശ്യം കപ്പ ഇറക്കുവാന്നല്ലേ പറഞ്ഞത്? ഒന്നും ഞങ്ങൾക്ക് അറിയാൻ പാടില്ല. കട്ടൻ ചായ ഇരിപ്പുണ്ടോ ചേച്ചി? എനിക്കൊരു ഗ്ലാസ് എടുത്തോണ്ട് ഇല്ല, വേണ്ട. അല്ല, ഞാൻ അങ്ങോട്ട് വരാൻ. അല്ല, ചീരയുടെ ബിസിനസ് അങ്ങനെ വേണ, ഇത് രണ്ടെണ്ണം കൂടെ എടുത്തു. അല്ല, ഇത് പറ, ചീരയുടെ ബിസിനസ്. ചേച്ചി എനിക്ക് മധുരം വേണ്ടേ? കള്ളികളെ ആണോ? ഓ, സമാധാനമായി. വല്ലിച്ച കൊടുത്തോ? ഞാനങ്ങ് അയച്ചേക്കാം. ഓ ശരി വല്ലിച്ച. ഏട്ടാ എനിക്ക് കാര്യം പറയട്ടെ. അതെ, നമ്മുടെ പ്രശ്നങ്ങൾക്ക് തീർന്നു. വല്ലിച്ചനെല്ലാം തീർത്തു. എങ്ങനെ? വല്ലിച്ചൻ ആ ചേട്ടൻ പിടിച്ച് അടിച്ച പയ്യനില്ലേ, അവനൊരു 5000 രൂപ കൊടുത്ത് അത് മുടുക്കി. പ്രശ്നമൊന്നുമില്ല, ചേട്ടൻ ടെൻഷൻ അടിക്കണ്ട. അന്നേരം ആ ബുദ്ധി തോന്നിയത് കൊണ്ട് ഇപ്പൊ അതങ്ങ് തീർന്നു. മടിച്ചിരുന്നല്ലേ, ഇപ്പൊ എങ്ങനെയായി? പോവാനോ? നമ്മൾ 2 ദിവസം നിൽക്കാൻ വേണ്ടി വന്നതല്ലേ. ഇപ്പൊ പോയാ പിള്ളേരെന്താ വിചാരിക്കും? അതല്ല, അതെന്താറിയോ, ഇവിടെ നിന്നാലേ ഈ കനകനും പ്ലേറ്റൊക്കെ വന്നു കഴിഞ്ഞാൽ അവരെങ്ങാനും ഇത് അറിഞ്ഞു കഴിഞ്ഞാലേ ഈ രാമേന്ദ്രന്റെ കയ്യും കാലും പിടിച്ചിട്ടാണ് ഞാനിങ്ങനെ രക്ഷപ്പെട്ടതെന്നൊക്കെ അറിഞ്ഞാൽ പിന്നെ അവരുടെ മുഖത്തൊക്കെ പറ്റില്ല. അവർ വരണന്റെ മുമ്പ് പോവുക, അതാ നല്ലത്. ഇവരോട് എന്തെങ്കിലും പറയാന്ന്. ഇപ്പൊ സോൾവ് ആയില്ലേ, ഇനി പോവാ, നടക്ക്. പോണോ? പോണം. ചേട്ടന്റെ ഒരു കാര്യം. ഇതെന്തൊരു പോക്കാണ് അമ്മാവ. അമ്മ എഴുന്നേറ്റ് പറഞ്ഞിട്ട് പോവാന്ന്. ചേച്ചിയോട് നിങ്ങൾ പറഞ്ഞാൽ മതി, ഇനി വേണമെങ്കിൽ രാവിലെ ഞങ്ങോട്ട് വരാം. വേണ്ടെന്നേ അമ്മാവ, ഞാൻ പറയുന്നത് ഇപ്പൊ പോവണ്ടെന്നാ. മറ്റേ പൂച്ച ഇനിയും ചിലപ്പോ ചാടും. അതുമല്ല, വെള്ളം ക്ലിയർ ആയിട്ടുണ്ടാവത്തില്ല. അല്ല, അതെന്തറിയോ, ഞാൻ 2-3 ദിവസം കഴിയും വെള്ളം നിറയാന്നാ കരുതിയത്. പക്ഷെ നല്ല ഉറവുണ്ട്, ഇപ്പൊ തൊട്ടി മുങ്ങും. അതല്ല, അമ്മാവനൊക്കെ എന്തെങ്കിലും വന്നാൽ ഞങ്ങൾക്ക് സഹിക്കാൻ പറ്റില്ല. ഇല്ല, ഇനി പൂച്ച വഴിയില്ല. ഞാൻ അതിന് ഇരുമ്പിന്റെ നെറ്റ് ഇടാൻ പോവാ, അറിയോ. അപ്പേ ചേച്ചിയോട് പറഞ്ഞാൽ മതി, നാളെ വരാം. അതെ, ഏട്ടൻ വരുന്നു. ഞങ്ങള് വെറുതെ നിങ്ങള് രാവിലെ ഇറങ്ങിയതാ, അപ്പൊ പിന്നെ ഇറങ്ങാണ്. എന്താ വന്നത്? അല്ല, അത് ഞാനൊരു 2 ദിവസം നിക്കാച്ചിട്ടാ വന്നേ. നമ്മുടെ കിണറുണ്ടല്ലോ, അതിലൊരു പൂച്ച പെട്ടോടാ, ചത്തു. അപ്പൊ രാവിലെ ആളെ വിട്ട് പൂച്ചേനെ കടിപ്പിച്ച് കിണറൊക്കെ വറ്റിച്ച്. അപ്പൊ 2 ദിവസം ആവുമല്ലോ വെള്ളം വരാന്നാ കരുതിയത്. നല്ല ഉറവ്. ഇപ്പൊ വിളിച്ചു പറഞ്ഞ അവിടുന്ന് അടുത്ത വീട്ടിലാളെ വെള്ളം ഇപ്പൊ തൊട്ടി മുങ്ങുന്നു. അല്ല, ഈ പൂച്ച എടുത്താലും പിന്നെ അത് ക്ലോറിനൊക്കെ ഇട്ട് വൃത്തിയാക്കി എടുക്കണ്ടേ? പുതിയ വെള്ളമാണല്ലോ വരുന്നത്. ഇനി പോയിട്ട് നമുക്ക് ക്ലോർ ഇടാം. പിന്നെ ഇനി പൂച്ച വരാണ്ടിരിക്കാൻ ഒരു നെറ്റും ക്ലോറിനൊക്കെ ഇട്ട് ശരിയാക്കിയ ശേഷം പോയാ പോരെ? പറഞ്ഞേട്ടാ, അല്ല, എല്ലാം ശരിയായി. ഒരാഴ്ച നിൽക്കാൻ വന്ന ആൾ ഒരാഴ്ച കഴിഞ്ഞിട്ട് പോയാ പോരെ? അതാ പോവാ. ഞാൻ ആരാണ്? എന്തേ? അല്ല, ചോദിച്ചെന്നുള്ളൂ, ഞാൻ ആരാണ്? എന്താ ഇങ്ങനെ ചോദിക്കും? എന്റെ മരോനല്ലേ? ആണല്ലോ. ഉറപ്പല്ലേ? പിന്നെ അതിൽ മാറ്റൊന്നുമില്ലല്ലോ. എന്തേ? എന്താണ് പ്രശ്നം? പൂച്ച വന്ന് ചാടുന്നതൊക്കെ സ്വാഭാവികമല്ല. അതൊരു ഒരു പ്രശ്നം ഉണ്ടാകുമ്പോ എന്നെ അറിയിക്കണ്ടേ? അത് പോടാ അവിടുന്ന്. ഈ പൂച്ച ചാടിയനൊക്കെ പോലീസിനെ അറിയിക്കുക, അതൊക്കെ ഒരാളെ വിളിച്ചടിപ്പിക്കാവുന്നല്ലേ ഉള്ളൂ. ഒരാള് വന്ന് ഒരല്പ ചീര പറിച്ചാൽ അവന്റെ വീട്ടിൽ പോയി അടിക്കുന്നത് നമ്മുടെ മര്യാദയാണ്? ആണോ? ഇങ്ങോട്ട് ഇവിടെ എന്റെ മുഖത്ത് നോക്കി. ആണോ?
ആളും തരവില്ലേ, പ്രായം ഇത്രയും ആയില്ലേ, തരത്തിലല്ലേ കളിക്കേണ്ടത്. അഥവാ അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ എന്ത് ചെയ്യണം? മരുമോനായിട്ട് ഞാനിവിടെ ഉണ്ട്. എൻ്റെ ജോലി എന്താണ്? പോലീസിൽ. നാട്ടിലൊരു പ്രശ്നം നടന്നാൽ അത് അന്വേഷിക്കേണ്ട ഉത്തരവാദിത്തം ആർക്കാണ്? എന്താണ് പൂച്ച എന്താ എന്താണ്ടായേ? എടി, അമ്മാവന്റെ ചീരത്തോട്ടത്തിനകത്ത് ആരോ കയറി ചീര പറിച്ചോണ്ട് പോയി. അവന്റെ വീട്ടിൽ പോയിരിക്കണം അവരെ ചോദിക്കാനായിട്ട്. അവനെ തല്ലാൻ പോയി. എന്റെ അമ്മാവാ. എന്നിട്ടാണ് കിണറ്റില് പൂച്ച വീണെന്നൊക്കെ പറഞ്ഞത്? പച്ചക്കള്ളം. ഒരു കാര്യം ചെയ്യാം, പ്രശ്നം ഉണ്ടായാൽ പരിഹരിക്കേണ്ട പോലീസുകാരാണ്. നമുക്ക് സ്റ്റേഷനിൽ പോവാം, ഒരു പരാതി കൊടുക്കാം, പ്രശ്നമൊന്നുമില്ല. ഞാൻ സർക്കിളിനോട് സംസാരിച്ചിട്ടുണ്ട്. അമ്മ ഒന്ന് കണ്ട് കാര്യം പറഞ്ഞാൽ മതി, വേറെ പ്രശ്നമൊന്നും ഉണ്ടാവില്ലേ. സ്റ്റേഷനിലേക്ക് പോണ്ട, അത് കോംപ്രമൈസ് ആയി. കോംപ്രമൈസ് ആയിന്ന്. അതെങ്ങനെ കോംപ്രമൈസ് ആവുന്നത്? അത് ഞാൻ ഫോണിൽ വിളിച്ച ഒരാളെ ഏർപ്പാടാക്കിയിട്ട് 5000 റുപ്യക്ക് കോംപ്രമൈസ് ആക്കി. അവരെ 5000 രൂപ അടിച്ചിട്ട് കോംപ്രമൈസ് ചെയ്തെന്നാ? അവരെ നിങ്ങളല്ല, ഞാൻ അങ്ങളെ 5000 കൊടുത്ത് ഒതുക്കി. തല്ലിയതല്ലേ, ഞാൻ അവനെ തല്ലിയതല്ലേ, അവൻ ആൾക്കാരും കൂടി എന്നെ തല്ലാതിരിക്കാൻ വേണ്ടി നമ്മള് കോംപ്രമൈസ് ആക്കൂലോ. ഒരു പ്രശ്നം ഉണ്ടായ തീർക്കേണ്ട ആരാണ്? സ്റ്റേഷനിൽ തന്നെയാണോ? അപ്പൊ എല്ലാവരും അറിയില്ലേ? എന്റെ അമ്മാവാ, ഇത് അമ്മാവന്റെ ചീരയും പോയി അമ്മാവൻ 5000 രൂപയും കൊടുത്താ. അല്ലെങ്കിൽ തന്നെ നാട്ടിൽ ഒരു പ്രശ്നം വരുമ്പോ ഇങ്ങനെ കൈക്കൂലിക്കാണോ വേണ്ടത്? കൈക്കൂലില്ല, ഇതിന് പിന്നെ എന്താ പറയേണ്ടത്? മരുന്ന് മേടിക്കാനൊക്കെ ആയിട്ട് നമ്മൾ പറഞ്ഞു തീർക്കുമല്ലോ. അങ്ങനെ തീർത്തു, ഇപ്പൊ പ്രശ്നമില്ല. ഇപ്പൊ അങ്ങനെ ഒരു സംഭവം ഇല്ല. അമ്മാവ, ഇത് വളരെ മോശമായി പോയി. ഇത് വളരെ മോശമായി പോയി. കൊള്ളാം, നന്നായിരിക്കുന്നു കേട്ടാ. ഞങ്ങളൊക്കെ ആരാ അമ്മാവന്റെ? ഞങ്ങളൊക്കെ ആരാന്ന്? എന്തേ അമ്മാവാ, ഇങ്ങനെ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ അത് ഉള്ളിലിട്ട് ഇങ്ങനെ വീർപ്പ് മുട്ടിക്കല്ലേ വേണ്ടത്. അവസാനം അത് പൊട്ടിത്തെറിച്ച് ഹാർട്ട് അറ്റാക്ക് വന്ന് ചത്തുപോകും. എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ബാക്കിയുള്ളവരുമായിട്ട് അത് പങ്കുവയ്ക്കണം. പക്ഷെ കൊടുങ്ങാവുള്ള കുടുംബം എന്ന് പറഞ്ഞാണ്ടല്ലോ, ചോരയ്ക്കൊരു വേദന ഉണ്ടായിക്കഴിഞ്ഞാൽ അത് മനസ്സിലാക്കിയിട്ട് അതിന് വേണ്ട നടപടികൾ ചെയ്യും. എടുത്തിട്ടുണ്ട്. എന്ത് നടപടി? നിങ്ങൾ അറിഞ്ഞപ്പത്? ഞങ്ങൾ അറിഞ്ഞു എന്നുള്ളതല്ല പ്രശ്നം. ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായപ്പോൾ ഞങ്ങൾ അറിയിച്ചില്ല എന്നുള്ളതാണ് ഞങ്ങളുടെ പ്രശ്നം. പ്രശ്നമില്ലാത്ത നിയമത്തിന് ഒരു നിയമം വേണ്ട. ക്ലീറ്റോ, ഇവിടെ ഇത്രയും സംഭവങ്ങൾ നടന്നിട്ട് ഞങ്ങൾ ഇത് അറിഞ്ഞില്ല. നിങ്ങളൊക്കെ അറിഞ്ഞല്ലേ? ഈ വീട്ടിൽ നിന്നിട്ട് ഞങ്ങൾ അറിഞ്ഞില്ല. അമ്മായിക്കെങ്കിലും ഒരു വാക്ക് ഞങ്ങളോട് പറയായിരുന്നില്ലേ അമ്മായി? ഇനിയിപ്പോ ഒരു കോംപ്രമൈസും വേണ്ട. വേണ്ടത് ഞങ്ങൾ ചെയ്തിട്ടുണ്ട്. അമ്മ ഒന്നും നോക്കണ്ട. പക്ഷേ അതാണ് ചോര. ഞാൻ അവിടെ എത്തുന്നതിന് മുമ്പ് എന്റെ അനിയൻ പിള്ളേരുമായിട്ട് അവിടെ ചെന്നു. അമ്മാവൻ തല്ലിയില്ലേ, അമ്മാവനെ ഭീഷണിപ്പെടുത്തിയില്ലേ, തിരിച്ച് തല്ലുമെന്നും പറഞ്ഞു. അവനെ പൊക്കിയില്ലേ, പൊക്കി നിൽക്കുന്നത്. അവനും അവന്റെ പിള്ളേരും കൂടെ, പിന്നെ ഞാനും കൂടെ ജോയിൻ ചെയ്ത് തീർത്ത് കത്തിച്ച്. ഇനി അമ്മാവന്റെ മുഖത്ത് പോലും നോക്കത്തില്ല, അമ്മാരെ അടിച്ച് നിലംപരിച്ചാക്കിക്കളും. അവന്റെ മുഖം പിടിച്ച് ഭിത്തിയിൽ ഉറച്ചേ പോയി. നിയമം കൈലെടുക്കാൻ കിടാരെ പറഞ്ഞ അന്നേരം ഞങ്ങളുടെ കൈ ഫ്രീ ആയിരുന്നു, അതുകൊണ്ട് നിയമം കൈ. തമാശ പറയരുത്. ആരും അറിയരുതെന്ന് നിന്നോട് ഞാൻ പറഞ്ഞല്ലേ, പിന്നെ എന്തിനാ ഇവരെ വിളിച്ച് പറഞ്ഞേ? ഞാൻ അവരോട് പറഞ്ഞിട്ടില്ല. എന്റെ ലില്ലിയെ, നീ എന്തിനാടി അത് കനകനോട് പറഞ്ഞേ? എന്റെ അമ്മാവ ഞാൻ ഏട്ടനോട് പറഞ്ഞിട്ടില്ല. അപ്പൊ നീയാണ് ക്ലീറ്റോനോട് വിളിച്ച് പറഞ്ഞില്ലേ? ഞാൻ എങ്ങനെ ക്ലീറ്റോനോട് പറയാം? ഞാൻ അറിഞ്ഞില്ലല്ലോ, ഇപ്പോഴല്ലേ ഞാൻ അറിഞ്ഞത്. ഞാനും. എന്താ അമ്മാവ ഇങ്ങനെയൊക്കെ പറയണത്? ഈശ്വര, പിന്നെ ആരാ ഇവരോട് പറഞ്ഞു? അപ്പൊ അവനായിരിക്കും. ആര്? ഇവളുടെ അളിഞ്ഞ വല്യച്ഛൻ രാമേന്ദ്രൻ. അവനായിരിക്കും. അവൻ എന്നെ തോൽപ്പിക്കാൻ വേണ്ടി ഇറങ്ങിയിരിക്ക. അവനുള്ള ഞാൻ വെച്ചിട്ടുണ്ട്. ആണോ ക്ലീറ്റോ? സമാധാനായില്ലേ? നീ പറഞ്ഞിട്ടില്ലേ ഞാനത് അവനെ വിളിച്ച് പറഞ്ഞത്? 2 ദിവസം നിൽക്കാൻ വന്നതാ. ഇവരെല്ലാരും കാണിച്ച കുരുത്തക്കെട്ടിന് ഇനി 1 മാസം വീട്ടിൽ പോയി നിൽക്കാൻ സമാധാനം ഉണ്ടാക്കും. പോണില്ലേ? ഇനി എങ്ങനെ പോവാനടി അവിടെ? ആദ്യം അവൻ മാത്രമേ തല്ലാൻ വന്നിരുന്നുള്ളൂ. ഇപ്പൊ അവന്റെ കുടുംബക്കാര് മൊത്തം വരില്ല എന്റെ തറവാട്ടിക്ക് തല്ലാൻ. ചെല്ല്, അകത്ത് പൊക്കും.